തച്ചോളി ഉദയനന്റെയും ഉണ്ണിയാർച്ചയുടെയും പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണ്. ഹെർമൻ ഗുഡർട്ട് തന്റെ ഭൂമിസത്രം എന്ന ഗ്രന്ഥത്തിൽ പരാമർശിച്ച നാട്. നാദങ്ങളും ആയോധനകളും അരങ്ങുവാഴുന്ന മണ്ണ്. ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ ഇന്നും കൈവിടാത്ത, അതിൽ ഊറ്റം കൊള്ളുന്ന ഒരു ജനത അധിവസിക്കുന്ന നാട് നാദാപുരം. ജനസംഖ്യയുടെ ഭൂരിഭാഗം പേരും ജീവിതമാർഗം തേടി ഗൾഫ് നാടുകളെ ആശ്രയിക്കുന്ന ഈ ഗ്രാമത്തിൽ വേറിട്ടൊരു ജീവിതരേഖ കാട്ടിത്തന്നൊരു പ്രവാസിയുണ്ട്, നാസർ നെല്ലോളി. കഷ്ടപ്പാടിന്റെ കണ്ണീരിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ ആത്മവിശ്വാസം പേറുന്ന മനുഷ്യസ്നേഹിയായ ഈ പ്രവാസിയുടെ വിജയഗാഥയുടെ ചുരുളിലേക്ക്. നാദാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഗൾഫുകാർ പറയുന്നൊരു ഭാഷയാണ് നാദാപുരം. പക്ഷെ ഞാൻ ശരിക്കും ജനിച്ചത് അരൂരാണ്. പൊറമേരി പഞ്ചായത്തിലെ അരൂർ അംശം ദേശത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ നാട്ടിൽ ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ചു. സാധാരണക്കായിട്ട് എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്, നമ്മളെ LP സ്കൂൾ SP സ്കൂളിൽ പോയി. അതിൽ രക്ഷപ്പെട്ട ഒരു അരൂർക്കാരൻ എന്ന് മാത്രം പറയാൻ പറ്റും. എൻ്റെ ഫാദറിനും മദറിനും സത്യത്തിൽ 2 മക്കൾ, ഒരു 4 മക്കളായിരുന്നു. ആദ്യം 4 മക്കൾ പ്രസവിച്ചപ്പോൾ അടുത്തതാണായിരിക്കും എന്ന് നോക്കി 5ാമത്തെ പ്രസവിച്ചതാണായി. 6ാമത്തേൽ 5 കൊണ്ട് നിർത്തിയതാണ്. പക്ഷേ 6ാമത്തേൽ നിർഭാഗ്യവശാൽ വീണ്ടും ഗർഭിണിയായപ്പോൾ കിട്ടിയതാണ് ഞാൻ. ഫാദർ എപ്പോഴും പറയാറുണ്ട്, അന്ന് ഇത് ഇല്ലാതാക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ 250 രൂപ കയ്യിലില്ലാത്തത് കൊണ്ടാണ് തിരിച്ചു വന്നത്. പിന്നീട് ആ 250 രൂപയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് ചെല്ലുമ്പോഴേക്കും സമയം കൂടിപ്പോയി. അതായത് 6 മാസം കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് നമ്മളെ കിട്ടിയത്. കുഞ്ഞിൽ തന്നെ ആർക്കും ബിസിനസ്സിനോട് താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ബിസിനസ്സിനോട് താല്പര്യം വരുന്നത് ശരിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ +2, അതായത് ഇന്നത്തെ PDഗ്രി മുകേരി കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടാക്സി ഡ്രൈവറായിരുന്നു. ടാക്സി ഡ്രൈവറായിട്ട് ഒരു 6 മാസം കക്കട്ടിൽ നമ്മുടെ ടാക്സി ഡ്രൈവർ സ്റ്റാൻഡിൽ പണി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മുംബൈയിലേക്ക് പോയി. മുംബൈയിൽ നിന്ന് എനിക്കൊരു അസുഖം വന്നു, ജോണ്ടിസ് പറഞ്ഞപ്പോൾ അധികം ടൈം ചെയ്ത ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് അധികം ബുദ്ധിമുട്ടുള്ള, കൂടുതൽ അധ്വാനിക്കുന്ന പണിയൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നത്. നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അളിയൻ, എൻ്റെ ബോസ് മൊയ്തൂക്ക, ഹൈടെക്കിൻ്റെ ഇപ്പോഴത്തെ ഹൈടെക് സ്കൂളിൻ്റെ ചെയർമാൻ, എന്നെ എയർപോർട്ട് കേറ്ററിങ്ങില്ല, അധികം പണിയൊന്നും ചെയ്യാത്ത ജോലിയുണ്ട്, അവിടെ വന്നിട്ട് എന്നിട്ട് നമ്മുടെ ഹെൽത്തൊക്കെ ശരിയായതിന് ശേഷം നമുക്ക് പണി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി എന്നെ അവിടെ ഇടുന്ന ഒരു 6 മാസം അവിടെ ജോലി ചെയ്തു. 6 മാസം ജോലി ചെയ്തപ്പോൾ എനിക്ക് നിരാശയായിരുന്നു. അതായത് ഗൾഫ് ജീവിതം 600 രൂപ ശമ്പളം, അന്ന് 400 രൂപ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിലൊക്കെ എത്രയോ കൂടുതൽ ഈ നാട്ടിൽ നിന്ന് സമ്പാദിക്കുന്ന കാലത്താണ് ഞാൻ ദുബൈയിലെത്തുന്നത്. അപ്പോൾ 400 രൂപയിൽ എനിക്ക് വളരെ നിരാശ തോന്നിയപ്പോൾ ഒരു 6 മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. ജോലിയും വേണം, ജീവിക്കുകയും വേണം. പക്ഷേ ജീവിക്കാനുള്ള ഒന്നും ബാക്കിയാകാത്തൊരു കാലം. ഒരു 6 മാസം കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് നല്ല ഒരു ജോലി കിട്ടി. ഒരു മൊയ്തൂക്കാരൻ്റെ തന്നെ ഒരു ബേക്കറിയിൽ മാനേജറായിട്ട് ജോലി ചെയ്തു. 2000 മൊയ്തൂക്കയുടെ ബേക്കറിയുടെ വമ്പൻ നഷ്ടമായിരുന്നു. ആ ബേക്കറിയുടെ നഷ്ടം പുള്ളിക്കാരൻ്റെ ബേക്കറി ഞാൻ വിറ്റ് കൊടുത്തു. അതിനുശേഷം വലിയ ഓഫർ വന്നു. ആ ഓഫറിൽ നിന്നാണ് ജീവിതത്തിൻ്റെ ശരിക്കുള്ള ഞാൻ ബിസിനസ്സിനോട് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, പൈസ ഉണ്ടാക്കണം എന്നുള്ള തോന്നൽ ആ സമയത്താണ് എനിക്ക് തോന്നുന്നത്. 1968 ജൂൺ 3 കോഴിക്കോട് ജില്ലയിലെ പുറമേരി പഞ്ചായത്തിലെ അരൂരിൽ മാടത്തിൽ കുഞ്ഞമ്മദ് ഹാജിയുടെയും കാരയിൽ പാത്തുവിന്റെയും മകനായി പിറന്ന നാസർ നെല്ലോളിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം അരൂർ മാപ്പിള LP സ്കൂൾ, അരൂർ UP സ്കൂൾ,
വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു. മൊകേരി ഗവൺമെന്റ് കോളേജിലെ പഠനകാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇഷ്ടം തോന്നിയ നാസർ നെല്ലോളി കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റായി. പിൽക്കാലത്ത് OICCയുടെ ജില്ലാ പ്രസിഡന്റ് ചുമതലയും വഹിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ അരൂരിലെ പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ, വട്ടോളി ഹൈടെക് പബ്ലിക് സ്കൂൾ ട്രസ്റ്റി മെമ്പർ, ഉപദേശകൻ, ദാറുൽ ഖൈർ സ്ഥാപനത്തിന്റെ തുടക്കക്കാരൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാസർ നെല്ലോളിയുമായി 10ാം ക്ലാസ് കഴിഞ്ഞ ഉടൻ KSUവിൽ വർക്ക് ചെയ്യുന്ന കാലം മുതലുള്ള ഒരു ആത്മബന്ധമുള്ള ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ആദ്യഘട്ടങ്ങളിലൊക്കെ നാസർ ഒപ്പം പഠിച്ചു എന്നതിനപ്പുറം നാസർ വലിയ ആളായി എന്നതുകൊണ്ട് പല ഘട്ടങ്ങളിലും മാറി നിൽക്കാൻ മാനസികമായി ശ്രമിക്കാറുണ്ടെങ്കിലും പല ഘട്ടങ്ങളിലും ഒരു സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വരികയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊരു പരസ്യത്തിന് വേണ്ടിയല്ലാതെ ആത്മസമർപ്പണമായി കണ്ടുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചാൽ അതെല്ലാം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഈ ഗ്രാമപ്രദേശത്ത് പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകുന്നത്. ആ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് നാസർ നെല്ലോളി. ഞാനതിൻ്റെ കൺവീനറാണ്. ഇതൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പിൻബലം, സാമ്പത്തിക പിൻബലം മാത്രമല്ല, അതിനെ ശക്തി പകരുന്ന പിൻബലങ്ങൾ നൽകുന്നത് നാസർ നെല്ലോളിയാണ്. നാസർ ഒരു സ്വയം സമ്പന്നനാകുക, സ്വയം വളർച്ചയ്ക്ക് മാത്രം അധ്വാനിക്കുക എന്നതിനപ്പുറം ഒപ്പം നിൽക്കുന്ന ആളുകളെയും ചേർത്ത് പിടിക്കുകയും അവരുടെ ഉന്നതിക്ക് വേണ്ടിയും അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയും സഹായിക്കുകയും ചെയ്യുന്ന പ്രവാസി ബിസിനസ്സുകാരനായി അറിയപ്പെടുന്ന നാസറുടെ ജീവിത വിജയം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളെ അകറ്റി നിർത്തുക എന്നതിനപ്പുറം കൂട്ടിപ്പിടിക്കുക എന്ന ആ ബന്ധം അണമുറിയാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്നതോടൊപ്പം നാട്ടിലെ എല്ലാ മേഖലകളിലും അകമഴിഞ്ഞ സംഭാവന നൽകുകയും ചെയ്യുന്നതോടുകൊണ്ട് തന്നെ നാസർക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പോലും ആളുകളുടെ കൂട്ടായ്മയിൽ കൂടി ചെറുത്തു തോൽപ്പിക്കാൻ സാധിച്ചതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് പള്ളിക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളായാലും അതോടൊപ്പം ക്ഷേത്രങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളും നാസർക്ക് ഉണ്ടാക്കിയ പിൻബലവും അതുപോലെ ജനപിന്തുണയും നാട്ടിലെ ആളുകളുടെ ഇടയിൽ ഒരു രണ്ടഭിപ്രായമില്ലാതെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു ശക്തനായ പഴയകാല പൊതുപ്രവർത്തകൻ്റെ എല്ലാ അന്തസ്സും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാസർക്ക് സാധിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. വലിയ സ്വപ്നങ്ങളുമായി ഗൾഫ് നാടുകളിലേക്ക് ചേക്കേറുന്നവരിൽ ഒരാളുമായി നാസർ നെല്ലോളി. എന്നാൽ ഒഴുക്കിനൊപ്പം നീങ്ങുന്ന സാധാരണക്കാരനായില്ല അദ്ദേഹം. മറിച്ച് മനക്കരുത്തിന്റെ മൂലധനത്തിൽ അവരെക്കാൾ ഏറെ മുന്നേറുവാൻ അദ്ദേഹം കഠിന പ്രയത്നം നടത്തി. അതിഥികൾക്ക് ആഹാരം വിളമ്പിക്കൊടുത്ത് 16 മണിക്കൂർ വരെ കാത്തിരുന്ന് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കഫ്റ്റീരിയയുടെ ഒഴിഞ്ഞ കോണിൽ ചടഞ്ഞിരിക്കുമ്പോഴും ആ യുവാവിന്റെ മനസ്സിൽ എല്ലാം നേടിയെടുക്കണം എന്ന ഒറ്റ ചിന്തയാണ് ഉണ്ടായിരുന്നത്. പ്രവാസ ജീവിതം ഒരു പരാജയമാണ് എന്ന് ചിലരെങ്കിലും പറയുമ്പോൾ അത് അംഗീകരിക്കുവാൻ നാസർ നെല്ലോളി തയ്യാറായിരുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിത വിജയം അയാളെടുക്കുന്ന ഉറച്ച തീരുമാനങ്ങളാണ് എന്ന് വിശ്വസിച്ചിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള വിജയക്കുതിപ്പ്. സ്വന്തം കുടുംബത്തിന്റെ വിശപ്പകറ്റാനായി ചെറുപ്രായത്തിൽ ഒരു ടാക്സി ഡ്രൈവറായി ഉപജീവനം തുടങ്ങി തന്റെ സ്വതസിദ്ധമായ കഠിന പ്രയത്നത്തിലൂടെ പേർഷ്യൻ മണ്ണിലെത്തി പടിപടിയായി വളർന്ന് ഇന്ന് അറബ് ലോകം അറിയപ്പെടുന്ന ഹോട്ട് ബർഗർ എന്ന കഫ്റ്റീരിയയുടെ ഉടമയായി മാറിയ കഥ ഒരു കൊമേഴ്സ്യൽ സിനിമയെപ്പോലും വെല്ലുന്നതാണ്. ഞാൻ ഈ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ബേക്കറി വിൽക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാകുന്നത്. ബേക്കറി വിറ്റു. അപ്പോൾ എൻ്റെ ബോസിന്, അതായത് മൊയ്തുക്കാക്ക്, ഒരു കഫ്റ്റീരിയ ഉണ്ടായിരുന്നു. അവിടെ എന്നെ പറഞ്ഞാക്കുകയാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് കഫ്റ്റീരിയനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് മൊയ്തുക്കാനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു 10-14 ദിവസം 2 വീക്സ് എനിക്ക് സമയം തരുന്നുണ്ട്. ഞാൻ വെറും ഒരു ജസ്റ്റ് പണിക്കാരനായിട്ട് പോകുന്നതെന്ന് മാത്രമേ പറയാവൂ അവിടുത്തെ സ്റ്റാഫിനോട്. കാരണം മുമ്പുണ്ടായിരിക്കുന്ന സ്റ്റാഫിന് പെട്ടെന്ന് ഒരാൾ മാനേജറായിട്ട് അയക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും.
ആ ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഒരു സാധാരണ പണിക്കാരനായിട്ടേ അയക്കാവൂ. അങ്ങനെ സാധാരണ പണിക്കാരനായിട്ട് ഞാനവിടെ ചെല്ലുന്നു. 10-12 ദിവസം കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കഫ്റ്റേരിയ എന്ന സാധനത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് ഈ പ്രൊഡക്ഷൻ, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഞാൻ പഠിക്കുന്നത്. ആ പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ബോസ് എന്ന് പറഞ്ഞ എൻ്റെ അളിയനാണ്, പെങ്ങളെ ഭർത്താവും കൂടിയാണ്. പുള്ളിക്കാരനോട് പറഞ്ഞു ഓക്കെ നാളെ മുതൽ ഞാൻ ചാർജ് എടുക്കാം. എല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ ചാർജ് എടുക്കുന്നു. അന്ന് കാര്യമായ വരുമാനമൊന്നും ഇല്ലാത്തൊരു ചെറിയ ചായപ്പിടിയായിരുന്നു. പക്ഷേ ഞാൻ ചാർജ് എടുത്തോടുകൂടി 24 മണിക്കൂർ എന്ന് പറയുന്ന സംഭവം ഗൾഫിലില്ലായിരുന്നു. ആ ഗൾഫിലെ 24 മണിക്കൂറും തുറക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റി. രണ്ടാമത് എല്ലാവർക്കും യൂണിഫോം, തൊപ്പി, താടി എടുക്കാത്തവർക്ക് പണിക്ക് വരാൻ പാടില്ല എന്ന് കുറേ നിയമങ്ങളൊക്കെ നടപ്പിൽ വരുത്തി. ഷൂ ഇല്ലാതെ പണിക്ക് വരരുത്. അങ്ങനെ കുറേ എൻ്റേതായ സംഭവങ്ങൾ അന്ന് ഞാനങ്ങ് പണിക്കാർക്ക് മുമ്പിൽ ഏർപ്പെടുത്തി. 1-ാം തീയതി ശമ്പളവും ഗൾഫിൽ അന്നത്തെ കാലത്ത് 89-91 കാലഘട്ടത്തിൽ ഗൾഫിലെ മുതലാളിമാരൊന്നും ശമ്പളം കൊടുക്കില്ല. ശമ്പളമൊക്കെ എപ്പോഴെങ്കിലും കൊടുക്കും, പോകുമ്പോഴാണ് അധികവും ശമ്പളം കൊടുക്കുക. പക്ഷേ 90-91 ഞാൻ ഈ സംവിധാനത്തിലേക്ക് വരുന്നത്. അന്നത്തെ കാലത്തും 1-ാം തീയതി കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാനുള്ള ഒരു തീരുമാനം, എൻ്റെ ഇവിടുത്തെ പഠിച്ച രാഷ്ട്രീയ തീരുമാനം, അത് ഞാൻ ഗൾഫിൽ നടപ്പിലെടുത്തി. ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ നിർബന്ധമാക്കി ശമ്പളം കൊടുക്കണമെന്നുള്ള, ബാങ്കിൽ കൂടി നിർബന്ധമാക്കി 1-ാം തീയതി ശമ്പളം കിട്ടണം. പക്ഷെ അതിനൊക്കെ മുമ്പേ 89-91 ഞാൻ 1-ാം തീയതി ശമ്പളം കൊടുത്തിരുന്നു എല്ലാവർക്കും. കവറിലാക്കിയിട്ട് കുട്ടികൾക്ക് ആ കിട്ടുന്ന ശമ്പളം ഞാൻ ചെല്ലുന്നതിന് മുമ്പൊക്കെ എന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തിരിച്ചു വരുമ്പോൾ ഒന്നായിട്ടോ 2 കൊല്ലത്തെ പൈസ കൊടുക്കുകയുള്ളൂ. അത് മുതലാളിമാർ കച്ചവടം, ആ പൈസയും കൂടി കച്ചവടം ചെയ്യുന്ന കാലമായിരുന്നു. ആത്മഹത്യയുടെ വക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് UAE-യിലൊരു കടയെടുത്തു. കടയെടുക്കാൻ അത് ശരിക്കും സത്യത്തിൽ അത് എൻ്റെ കടയൊന്നും ആയിരുന്നില്ല, വേറൊരാളെടുത്ത കടയായിരുന്നു. അവർ 2 പ്രാവശ്യമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തു ഈ കട എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നാദാപുരത്തുകാരുടെ കഥയൊക്കെ എനിക്കന്നറിയാം. കട എടുത്തു കഴിഞ്ഞ് പാർട്ണർഷിപ്പൊക്കെ ചെയ്താൽ അത് പിന്നീട് ഒരിക്കലും ആ കടയുടെ ബാധ്യതകളിൽ നിന്ന് പോലും മാറും, പിന്നൊന്നും കിട്ടൂല എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്നെ അപ്രോച്ച് ചെയ്തത് നാദാപുരത്തുകാരായതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ പാർട്ണർഷിപ്പിനില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2-3 പ്രാവശ്യം അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഒരു കീമണി കൊടുത്തിട്ട് ഞാൻ ഈ കട എടുക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട കടയായിരുന്നു, ലൊക്കേഷൻ എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പാർട്ണർഷിപ്പിനൊന്നുമില്ല, നിങ്ങൾക്കൊരു പൈസ പറഞ്ഞാൽ ആ പൈസ ഒരു അപ്രോച്ച് ചെയ്യുന്നൊരു പൈസ പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ തന്നിട്ട് ഞാൻ എടുക്കാമെന്ന് പറയും. അങ്ങനെ ആ പൈസക്ക് അവർ സമ്മതിക്കുകയും അത് അവർക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കുകയും അങ്ങനെ അത് കൊടുക്കുകയും ചെയ്തു, ചെറിയൊരു അഡ്വാൻസ്. പിന്നീട് ആ ബിൽഡിംഗ് ഓണർ ആ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കൊടുത്ത പൈസയും വാങ്ങിച്ചിട്ട് അത് വീണ്ടും ടോയ്ലറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ റെൻ്റലിനായിട്ട് വെക്കുകയും ചെയ്തു. അത് സ്വാഭാവികമായി എൻ്റെ പൈസയല്ല, എൻ്റെ ബോസ് നേരത്തെ പറഞ്ഞ എൻ്റെ പെങ്ങളെ ഭർത്താവിൻ്റെ പൈസയായിരുന്നു ഞാൻ കൊടുത്തത്. അപ്പോൾ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ടോയ്ലറ്റ് വെച്ചപ്പോൾ അവർ വിളിച്ചിട്ട് എന്നോട് ആ കാശിന് ചോദിക്കുകയും ഞങ്ങൾക്ക് ഇതൊന്നും ഉത്തരവാദിത്തമില്ല, എൻ്റെ കാശ് തരണമെന്നുണ്ട്. അന്ന് ഒരു വഴിയുമില്ല, മൂപ്പറ പൈസ എടുത്തിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ ആത്മഹത്യ അല്ലാത്ത വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് അന്ന് ആത്മഹത്യ ചെയ്യണം തീരുമാനിച്ചു. അപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ സ്വാഭാവികമായിട്ട് ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു ചങ്ങായി, ഞാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ചങ്ങായിയുണ്ട്. ഞാൻ PRO ആയതുകൊണ്ട് അവൻ്റെ സാലറി കൂട്ടി കൊടുത്ത് അവൻ്റെ ഫാമിലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊരു മനുഷ്യനുണ്ട്. അപ്പോൾ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു. നല്ല ഫ്രണ്ടല്ല, എന്നോട് ഇഷ്ടമായിരുന്നു അന്ന്. അപ്പോൾ ഉറങ്ങാതെ ഒത്തിരി നേരം ഇരുന്നു. അന്ന് ഞാൻ ആത്മഹത്യയും തോന്നിയുകൊണ്ടൊന്നും അറിയില്ല. സത്യത്തിൽ ഇവൻ പോയിട്ട് ആത്മഹത്യ ചെയ്യാന്ന് വെച്ചിട്ട് ഞാനും വെയിറ്റ് ചെയ്തു. കയറും മരിക്കേണ്ട സാധനമൊക്കെ റെഡിയായിട്ട്. പക്ഷേ പുള്ളിക്കാരൻ പോവാത്തത് കൊണ്ട് ലേറ്റായി, അന്ന് ആത്മഹത്യ ചെയ്തില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാവുന്നൊരു അറബി എവിടെ നിന്ന് എപ്പോഴും എൻ്റെ അടുത്തുനിന്ന് ചായ കുടിച്ചിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അറബി അയാളുടെ നമ്പർ എനിക്ക് തന്നിരുന്നു.
ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ രാത്രി 2 മണിയായതുകൊണ്ട് അന്ന് വിളിച്ചില്ല. പിറ്റേന്ന് രാവിലെ മരണം ഒരു ദിവസത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. പിറ്റേന്ന് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഉച്ചയ്ക്ക് എന്നെ വിളിക്കുക, ഞാൻ നോക്കാം. അങ്ങനെയാണ് മരണത്തിൽ നിന്ന് കച്ചവടത്തിലേക്ക് മാറുന്നത്. ജീവിതത്തിൽ സഹായിച്ച അറബീനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കടയിൽ നിന്ന് ചായ കുടിച്ചു കൊണ്ടിരുന്നൊരു അറബി എന്നോട് എന്തെങ്കിലും വിഷയമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കണേന്ന് പറഞ്ഞ് എനിക്കൊരു നമ്പർ തന്നിരുന്നു. അന്ന് മരിക്കാൻ പോകുമ്പോൾ പുള്ളിക്കാരനെ എനിക്ക് ഓർമ്മ വന്നു. അതാണ് ഞാൻ അന്ന് മരിക്കാതിരുന്നത്. ആ പുള്ളിയെ ഞാൻ പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വീട്ടിൽ അറബികളുടെ വീട്ടിൽ പോവില്ല, മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും അങ്ങനത്തെ ചടങ്ങിൽ മാത്രമേ അറബികളുടെ വീട്ടിൽ പോകും. അപ്പോൾ അന്ന് പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ പറ്റിച്ച അറബിയുടെ വീട്ടിൻ്റെ മുമ്പിൽ എൻ്റെ ഒരു വണ്ടിയായിട്ട് ഞാനിങ്ങനെ ഇരുന്നു. 10-12 മണിക്ക് ശേഷം പുള്ളി ഇറങ്ങുന്നു വീട്ടിൽ നിന്ന്. ഞാൻ പിന്നാലെ വണ്ടി ഓടിച്ചു പോയി. അയാൾ നിർത്തിയത് എൻ്റെ സൈറ്റിലേക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് സഹകരിക്കാമെന്ന് പറഞ്ഞ അറബീനെ വിളിച്ചു. അറബി വന്നു. അയാൾ കുറേ മറ്റേ കാശ്, അതായത് റെൻറ്റ് ഫുൾ റെൻറ്റ് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ബാക്കി പൈസ അയാൾ കൊടുത്തു. അയാളുടെ വണ്ടിയിൽ നിന്ന് എടുത്ത് ക്യാഷ് കൊടുത്തു. അയാൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കുറേ പെൻഷൻ പൈസ പോലും, അതായത് റിട്ടയർ ചെയ്ത് കിട്ടിയ പൈസ പോലും എനിക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നതായിരുന്നു. അതിൽ നിന്നായിരുന്നു എൻ്റെ തുടക്കവും. ഓട്ട് ബർഗർ എന്ന് പറയുന്ന ആശയം ഉണ്ടായിരുന്നു. ഞാനന്ന് മൊയ്തൂക്കാൻ്റെ വീട്ടിലിടക്ക് പോകുമ്പോൾ കുട്ടികളൊക്കെ കാർട്ടൂണ് കാണുമ്പോൾ അതിൽ മിക്കി മൂസ് എന്ന കഥാപാത്രം എന്നിൽ വളരെ ആകർഷണം ഉണ്ടാക്കിയൊരു സംഭവമാണ്. ആ മിക്കി മൂസിലെ മൂസ്, അതായത് കുട്ടി ഇങ്ങനെ നമ്മളെ എലി അതിങ്ങനെ പറന്ന് നടക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സിനോട് എനിക്ക് ഭയങ്കര, ആ കഥാപാത്രത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതാണ് എൻ്റെ എംബ്ലം. ആ മിക്കി മൂസ് എന്നുള്ള എലിയുടെ കഥാപാത്രത്തിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ബർഗർ കൊടുത്തു. ആ ബർഗർ കയ്യിൽ കൊടുത്തിട്ട് അത് എൻ്റെ എംബ്ലമാക്കി. അതായിരുന്നു എനിക്ക് ശരിക്കും പറയാമെന്ന് വെച്ചാൽ എൻ്റെ വിജയവും. ആ എംബ്ലം ശരിക്കും എല്ലാവരിലും ഏക്കും. കാരണം ആ കാലഘട്ടത്തിൽ എല്ലാവരുടെയും കുട്ടികളുടെ മനസ്സിൽ ഇന്നത്തെ പോലെ ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല. മിക്കി മൂസ് എന്ന കഥാപാത്രം വളരെ ഫേമസ് ആയൊരു കഥാപാത്രത്തിലാണ് 1991-92 കാലഘട്ടത്തിൽ ആ മിക്കി മൂസിൻ്റെ കയ്യിൽ ഞാൻ ബർഗർ കൊടുത്തപ്പോൾ അത് കുട്ടികളുടെ മനസ്സിൽ ശരിക്കും ചേക്കേറി. ആ ചേക്കേറിയതാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അനിയൻ എൻ്റെ ഒരു പീടികയിൽ 10-12 കഫ്റ്റീരിയ ആയപ്പോൾ സ്വാഭാവികമായിട്ടും ചില ഓഫറുകളൊക്കെ വരും. കുറച്ച് സാധനം നമ്മൾ ഒറിജിനൽ, അതായത് 100-200 കാർട്ടൂൺ മേടിക്കുമ്പോൾ കുറച്ച് ഓഫറൊക്കെ കിട്ടും. അപ്പോൾ ഓഫറൊക്കെ കിട്ടുന്ന സമയത്ത് അത് വീട്ടിൽ വാങ്ങിച്ച് വെച്ച് അത് ഷോപ്പിൽ സപ്ലൈ ചെയ്യുന്നൊരു കാലത്താണ് എൻ്റെ അനിയൻ മാടത്തിൽ ഗഫൂർ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഗഫൂർ എന്നോട് പറഞ്ഞു, ഇതിങ്ങൾക്ക് ഈ വീട്ടിൽ ചെയ്യുന്ന കച്ചവടം, അതായത് ഞാൻ 10-100 വാങ്ങിച്ച് വെച്ചിട്ട് അത് എല്ലാ ദിവസവും കഫ്റ്റീരിയയിൽ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഒന്നിച്ച് വാങ്ങിച്ചിട്ട് ഒരു ട്രേഡിംഗ് ആക്കിയിട്ട് നമുക്ക് കടയിൽ നേരെ സപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് നമ്മൾ ജനറൽ ട്രേഡിംഗ് എന്നുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ജനറൽ ട്രേഡിങ് വന്നതോടുകൂടി നമ്മൾ ഒന്നിച്ച് വാങ്ങും, പിന്നെ ബാക്കിയുള്ള എല്ലാ കഫ്റ്റീരിയക്കും കൊടുക്കുവാൻ പറ്റുമെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് തിരിയാനുണ്ടായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കഫ്റ്റീരിയക്കാർക്കും ഏകദേശം ഷാർജ, അജ്മാൻ, നമ്മളെ ഏകദേശ കഫ്റ്റീരിയക്കും നമ്മൾ എന്നെ സപ്ലൈ ചെയ്യുകയാണ്. എൻ്റെതല്ലാത്ത കടയിൽ പോലും. ആദ്യം ഞാൻ എൻ്റെ കടയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ച സാധനമാണ്. അതിപ്പോൾ എല്ലാ കടയിലേക്കും നമ്മളെടുത്തുനിന്ന് അവർ വാങ്ങിക്കുന്ന രീതിയിൽ ജനറൽ ട്രേഡിങ് വികസിപ്പിച്ചെടുത്തത്. അതിനുശേഷം പിന്നീട് ഫ്രോസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനും മട്ടനൊക്കെ ഉള്ള ഒരു സംവിധാനവും കൂടി പിന്നീട് വികസിപ്പിച്ചെടുത്തു. അതും ഇപ്പോൾ ഏകദേശം എല്ലാ കഫ്റ്റീരിയയിലേക്കും നമ്മൾ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പൾസസ് ആൻഡ് സ്പൈസസ് കഫ്റ്റീരിയകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വീട്ടിലെ എല്ലാവർക്കും ആവശ്യമുള്ള മസാലകൾ, പിന്നെ സ്പൈസസ്, അതിൻ്റെ പുറമെ കടല, ദാല്, പരിപ്പ്, എല്ലാ സാധനവും കൊടുക്കുന്ന
ഫ്രഷ് ഫുഡ് എന്നും പറഞ്ഞിട്ട് കമ്പനിയിലേക്ക് മാറി. അതും കഴിഞ്ഞ് പിന്നീട് നമ്മുടെ വണ്ടി തന്നെ വർക്ക്ഷോപ്പിൽ ഒരുപാട് ബില്ല് വന്നപ്പോൾ, മെക്കാനിക്കലായിട്ട് ഒരുപാട് ബില്ല് കണ്ടപ്പോൾ നമ്മൾ തന്നെ എന്താക്കി, നമ്മളൊരു വണ്ടികൾ എന്തെങ്കിലും റിപ്പയറിൻ്റെ ആ ഡിവിഷനും കൂടി നമ്മൾ തന്നെ ആരംഭിച്ച്. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ പൾസസ് ആൻഡ് സ്പൈസസ് പോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന ചിക്കൻ KFC പോലെ തന്നെയുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ഡിവിഷൻ, അതിൻ്റെ സ്പൈസസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഏകദേശം UAE 90% കഫ്റ്റീരിയക്കും നമ്മൾ തന്നെയാണ് ഈ സാധനം കൊടുക്കുന്നത്. 1992 തുടങ്ങിയ ഹോട്ട് ബർഗർ എന്ന ഭക്ഷണ നിർമ്മാണ വിതരണ കമ്പനി ഇന്ന് UAE ദുബായ്, ഷാർജ, അജ്മാൻ, അബുദാബി എന്നീ എമിറേറ്റുകളിലായി 30ഓളം സ്ഥാപനങ്ങളുമായി പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ 6 ബ്രാഞ്ചുകളുമായി പ്രവർത്തിക്കുന്ന ഖസറുൽ ജബൽ, നാസർ നെല്ലോളി ജനറൽ ട്രേഡിംഗ്, നാസർ നെല്ലോളി ഫുഡ് സ്റ്റെപ്സ്, നാസർ നെല്ലോളി പേപ്പർ ബാഗ്, നാസർ നെല്ലോളി ഓട്ടോ മെയിൻ്റനൻസ്, ദാന ബൈദ ട്രേഡിംഗ് എന്നീ സ്ഥാപനങ്ങളിലുമായി 14,000ഓളം പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്തിരിക്കുന്നു. ബിസിനസിനൊപ്പം നാടിനെയും നാട്ടുകാരെയും സ്നേഹിക്കുന്ന പച്ചയായ ഈ മനുഷ്യൻ ജീവകാരുണ്യ പ്രവർത്തനത്തിലും മുൻപന്തിയിലാണ്. തന്റെ നേർക്ക് കണ്ണീരിന്റെ വിറയാർന്ന കൈവിരൽ നീട്ടുന്നവർക്ക് ഉദാരമായി സഹായിക്കുന്ന ഒരു അഭയഹസ്തം കൂടിയാണ് നാസർ നെല്ലോളി. തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നാസറെ വന്ന് കാണാറുണ്ട്. പ്രവാസി വ്യവസായിയായി പ്രവർത്തിക്കുന്ന നാസർ നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനത്തിനും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പലപ്പോഴും സമീപിക്കുമ്പോൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും എന്ത് സഹായമാണ് ലഭ്യമാവേണ്ടത് എങ്കിൽ അതെല്ലാം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് കഴിഞ്ഞ കുറേ കാലമായി നാസറിൽ നിന്ന് എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്, പ്രത്യേകിച്ച് ഈ അരൂർ നാട്, പലതുകൊണ്ടും വ്യത്യാസപ്പെട്ട ഒരു പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങളും അതേപോലെ തന്നെ കൃഷിക്കാരും നിവസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ അരൂർ. അതേപോലെ തന്നെ നാഗരികത കടന്നു വരാത്ത ഒരു പ്രദേശമാണ്, വലിയ തോതിൽ കടന്നു വരാത്തൊരു പ്രദേശം. ജാതിമത ചിന്തകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ മതേതര മനസ്സ് ശക്തമായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ അരൂർ. അരൂരിൻ്റെ പഴയകാല പ്രവർത്തനവും സംഭവവുമൊക്കെ നമ്മൾ നോക്കിയാൽ പുരോഗമന ചിന്തകൾ ഏറ്റവും കൂടുതൽ കടന്നു വന്ന ഒരു പ്രദേശവുമായിരുന്നു. ആ പുരോഗമന ചിന്തകൾക്ക് അല്ലെങ്കിൽ കടന്നു വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ഒരു കുടുംബത്തിലാണ് നാസർ ജനിച്ചത്. നാസറിൻ്റെ ഉപ്പ ഈ പ്രദേശത്തിലെ അല്ലെങ്കിൽ മാടത്തിൽ കുഞ്ഞമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉപ്പ ഇവിടുത്തെ ഒരു പുരോഗമന പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുരോഗമന കുടുംബത്തിൽ ജനിച്ച നാസറും അത്തരം പ്രവർത്തനങ്ങളുമായിട്ടാണ് തൻ്റെ ജീവിതത്തിൽ പല പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പ്രവാസി വ്യവസായിയായി മാറിയപ്പോൾ ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് എന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. സാധാരണ ജനങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുമ്പോൾ അവരെ കൈപിടിച്ചുയർത്താനും അതേപോലെ തന്നെ കല്യാണം, അതുപോലെ തന്നെ രോഗം തുടങ്ങിയ വലിയ പ്രതിസന്ധികൾ സാധാരണ ജനങ്ങൾക്കുണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ സഹായങ്ങളും നാസറിൽ നിന്ന് ലഭ്യമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പലപ്പോഴും മതേതരത്വ ചിന്ത ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ ഇടപെടലാണ് നെല്ലോളിക്കണ്ടി നാസർ കഴിഞ്ഞ കാല ജീവിതത്തിൽ കൂടി നടത്തിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ടുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടും കൂടിയാണ് ഈ അവാർഡിനെ ഞാൻ നോക്കിക്കാണുന്നത്. ലന്നോളിക്കണ്ടി നാസർക്ക എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന, ചെറുപ്പം മുതൽ തന്നെ വ്യവസായിയായി നാട് വിട്ട് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളാണ്. ഒപ്പം തന്നെ പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോഴും നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും, അത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തൊക്കെ ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളെയും സഹായിക്കുന്ന, എല്ലാ ആളുകൾക്കും ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് നാസർക്ക. ഇപ്പോൾ നാസർക്ക ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, അരൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നാസർക്കയോട് പറയാം, അതവിടെ പരിഗണിക്കപ്പെടും എന്ന് കൃത്യമായി ബോധ്യമുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും അതുപോലെ ഈ നാട്ടുകാരൊക്കെ നാസർക്കയെ സമീപിക്കാറുണ്ട്. അങ്ങനെ സമീപിക്കുമ്പോഴൊക്കെയും അത് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ, അതുപോലെ ആളുകളെ സഹായിക്കുന്ന രീതിയിൽ നാസർക്കയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, അരൂരിനെ സംബന്ധിച്ചിടത്തോളം നാസർക്ക എന്ന് പറയുന്ന വ്യക്തിത്വം ഒരുപാട് നന്മ ചെയ്യുന്ന ഒരു നന്മ മരമായിട്ട് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. നാസർക്കയെ സംബന്ധിച്ചിടത്തോളം എനിക്കും നാടിനും നാട്ടുകാർക്കും വളരെ നല്ല അഭിപ്രായമാണ്. എല്ലാ രീതിയിലും ഒരു വലിയൊരു മനുഷ്യ സ്നേഹമാണ്. അതിലപ്പുറം ഒന്നും പറയാനില്ല. നാടിനും നാട്ടുകാർക്കും പ്രത്യേകിച്ച് നാസർഖാനെ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഏതായാലും നാസർഖാൻ്റെ ഈ പ്രവർത്തനവും നാസർഖാൻ്റെ വളർച്ച തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള നാടിനോടുള്ള സ്നേഹവും നാട്ടുകാരോടുള്ള സ്നേഹവും സഹായ സഹകരണങ്ങളും ഇനിയും തുടരുവാൻ ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു മതിൽ പടിപ്പര ഉപ്പാൻ്റെ സ്മാരകം ഉണ്ടാക്കിയല്ലോ ഇപ്പോൾ ഈ പടിപ്പരയായിട്ട് കവാടം, ആ കവാടത്തിൻ്റെ ഒരു വർക്കുമായി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ആ വർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് നാസർക്കയായി പിന്നെ ബന്ധപ്പെട്ട് അയാളുമായിട്ട് ഒരു 3 വർഷത്തെ കാലയളവിൽ നല്ലൊരു മനുഷ്യൻ, ഒരു നാടിനെ സ്നേഹിക്കുന്ന, നാടിന് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്ന, ഞാൻ എത്രയോ ആളുകളുടെ അടുത്ത് ബോംബെയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരുപാട് വലിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ അടുത്തെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ ഒരു നന്മ നാടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നാടിന് വേണ്ടിയിട്ടൊരു വിളക്ക് തന്നെയാണ്. അത് എന്നേക്കും ആ വിളക്ക് കെടാതെ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ആഗ്രഹം. അയാൾക്ക് വേണ്ടിയിട്ട് എന്നും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. എന്നും നല്ലൊരു മനുഷ്യൻ, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി നല്ല ഒരു നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നാസർക്ക, നിലവിളിക്കണ്ടി നാസർക്ക. ബിസിനസ് ജീവിതത്തിൽ കുടുംബം എത്ര സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും, എൻ്റെ മോള് ബാങ്കിൽ വർക്ക് ചെയ്യാണ്, CBD ബാങ്കിലാണ്. അവൾ ഇതിന് മുമ്പ് 2 ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മക്കൾ 2 പേരും, ഒരാൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പൈസസിൽ അവനാണ് നോക്കുന്നത് ഇപ്പോൾ. രണ്ടാമത്തെ ലാസ്റ്റത്തെ ചങ്ങായിയാണ് ഫ്രോസൺ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഫ്രോസണിൽ. പിന്നെ ഏത് കാര്യങ്ങളിലും പൊതുവെ എൻ്റെ ഒരു സമീപനം പണ്ടുകാലം മുതലേ വീട്ടിൽ നിന്ന് ചിന്തിച്ചിട്ട്, വീട്ടിലെ എല്ലാവരും ഇരിക്കുന്നൊരു ദിവസം ഉണ്ടാവും, ഞായറാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയോ. പണ്ട് വെള്ളിയാഴ്ചയായിരുന്നു, ഇപ്പം ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ് എൻ്റെ പഴയ കാലം മുതലേ എന്താണ് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം മുതൽ ചോദിച്ചാൽ, കുട്ടികൾക്കൊരു സംബന്ധം, അതായത് കല്യാണാലോചനയോ എന്ത് കാര്യം വന്നാലും പേഴ്സണലായിട്ടൊരു പെട്ടെന്നൊരു തീരുമാനം ഞാൻ എടുക്കാറില്ല. അവരൊക്കെ ഭക്ഷണത്തിൻ്റെ ടീമിനായി കാണുന്ന സമയം, ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്ക് ലഞ്ചിനും രാത്രി ഡിന്നറിനും ലീവുള്ള സമയത്ത് എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവരോട് കൂടി ആലോചിച്ചിട്ട് എടുക്കുന്ന തീരുമാനം. അതുപോലെ തന്നെ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് കാര്യത്തിലും ഞാൻ അവരോട് ഇടയ്ക്ക് എനിക്ക് അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളൊക്കെ അവരോട് ചോദിക്കും. പെണ്ണുങ്ങളോട് ചോദിച്ച് ബാക്കിയാണ്, കാരണം പെണ്ണുങ്ങൾക്ക് എന്നെ കാണും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഓളോട് ചോദിക്കല്ല. കുട്ടികളൊക്കെ നമ്മളെ കാണാൻ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഓളോട് വെറുതെ ചോദിച്ചു നോക്കും. എന്തെങ്കിലും നല്ല കാര്യം നല്ല ഒരു പറഞ്ഞാൽ അത് ഏറ്റെടുക്കുവാനും നമ്മൾ തയ്യാറാണ്. അത് അങ്ങനെ അങ്ങ് പോകും. ഞങ്ങൾക്ക് എല്ലാവർക്കും അവന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്ന, അവൻ ഈ നിലയിലെത്തിയാൽ നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ ഫാമിലിക്ക് മൊത്തം എല്ലാവർക്കും. നാസറിൻ്റെ വിജയത്തിൽ ഞങ്ങളെല്ലാവരും
അത്രയ്ക്കും ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നാസറിൻ്റെ വിജയത്തിലാണ് ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചതും വളർന്നതും. എല്ലാവരും നാസർ ദുബൈയിൽ പോയതിന് ശേഷം എല്ലാ മരുമക്കളെയും പിന്നെ ഞങ്ങളെ കുടുംബം മൊത്തം ഗൾഫിലെത്തിക്കുകയും പിന്നെ അതുപോലെ തന്നെ എല്ലാ ജോലിക്കാരെയും ഒരുപോലെ കാണുകയും അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെയാണെന്നുള്ളതാണ് അവൻ ഇപ്പോൾ. പിന്നെന്ന് പറഞ്ഞാൽ നാസറിനെ കൊണ്ട് പറയാൻ എല്ലാവർക്കും ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമുക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും പിന്നെ അതിൽ ഓനെ പറ്റി പറയാൻ വലിയ വാക്കുകളില്ല. പിന്നെ എത്രയും അഭിമാനമുണ്ട് ദുബൈയിൽ കമ്പനി ബിസിനസ്. നാട്ടിൽ വന്നാലും നാട്ടിലെ ആൾക്കാർക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ആൾക്കാരെല്ലാം നല്ലോണം നോക്കുകയും പിന്നെ പണിക്കാരെയും ഉപ്പാൻ്റെ ഇളയ മോനായിട്ടാണ് നാസർ. അതിൻ്റെ നേരെ മൂത്തത് മൊയ്തുവാണ്, അതിൻ്റെ നേരെ മൂത്തത് ഞാനാണ്. ഞങ്ങൾ 6 മക്കളാണുള്ളത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ പുറത്ത് ആരും പണിയെടുക്കുന്നില്ല. നാസറിൻ്റെ കീഴിലാണ് എല്ലാ മരുമക്കളും പുയ്യാപ്പിളാറും എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ആരും പുറത്തായിട്ട് പണിയെടുക്കുന്നില്ല. നാസറിന് ഭയങ്കര അഭിമാനമുണ്ട് നാസർ ഇത്രയും നിലയിലെത്തിയതിന്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യം നമ്മളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇപ്പോൾ 10-25 ഷോപ്പ് നമ്മളെത്തുന്നുണ്ട്. 10-50 ഷോപ്പാക്കണമെന്നും അതിൻ്റെ പിന്നാലെ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവിടെ തന്നെ ഒരു വീടൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. ഇനി കുറച്ചും കൂടി കച്ചവടത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇങ്ങോട്ടുള്ള വരവ് കുറച്ച് നിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതൊക്കെയാണ് എൻ്റേതായ ഫ്യൂച്ചർ പ്ലാൻ. യുവതലമുറയോട് പറയാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയും, ഉള്ള ജോലിയുള്ള ആളാണ് ബിസിനസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഉള്ള ജോലി രാജിവെക്കാതിരിക്കുക. ചെയ്യാൻ പോകുന്ന ജോലി അതിൽ നിന്ന് വല്ല മെച്ചവും കിട്ടുമെന്ന് നോക്കിയതിന് ശേഷം മാത്രം ജോലി ഒഴിവാക്കുക. ജോലിയിൽ നിന്ന് രാജിവെക്കാതെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നും വരുമാനം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ ജോലി ഒഴിവാക്കാനേ പാടുള്ളൂ. അതാണ് എനിക്ക് എല്ലാ യുവ സംരംഭകരോടും പുതുതായിട്ട് ബിസിനസ്സിൽ ചെയ്യുന്നവരോടും പറയാനുള്ള ഏക വാക്ക്. സേവന പ്രവർത്തനങ്ങളിൽ എന്നും മുൻനിരയിൽ നിൽക്കുന്ന നാസർ നെല്ലോളി കേരള കൗമുദിയുടെ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ സ്വന്തമാക്കി കഴിഞ്ഞു. നാസർ നെല്ലോളിയുടെ ജീവിത വിജയത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഭാര്യ നസീമയും മക്കളായ നസ്രത്ത്, നിസാം, നാസിം എന്നിവരും ചെറുമക്കളും സഹോദരങ്ങളും അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരാണ്. ഈ സത്യം അദ്ദേഹം എപ്പോഴും എളിമയോടെ സ്മരിക്കുന്നു. ആത്മഹത്യയുടെ വക്കിൽ നിന്നും പട്ടിണിയുടെ തീച്ചൂളയിൽ നിന്നും അഭൂതപൂർവമായി ഓടിമാറിയ നാസർ നെല്ലോളി വിജയങ്ങൾ പൊരുതി നേടിയ ഒരു യോദ്ധാവ് തന്നെയാണ്. അക്കാദമിക വിദ്യാഭ്യാസത്തെക്കാൾ പ്രായോഗിക അറിവിന് പ്രാമുഖ്യം നൽകിയ നാസർ നെല്ലോളി വരും തലമുറയ്ക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു നിഘണ്ടുവാണ്.